പാഖോം സൂര്യന്റെ നേരെ നോക്കി. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. സകലതും പെട്ടെന്ന് ഇരുട്ടിലായി. അയാൾ കുന്നിലേക്ക് പാഞ്ഞു കയറി. മുകളിലെത്തും മുമ്പേ അയാൾ കമിഴ്ന്നടിച്ചു വീണു. വായിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. ഒരു പകൽ നേരം കൊണ്ട് കണ്ണെത്താ ഭൂമി സ്വന്തമാക്കാനുള്ള നെട്ടോട്ടത്തിൽ ഒടുവിൽ അയാൾക്ക് കിട്ടിയത് വെറും 6 അടി മണ്ണ്. ജീവിക്കാൻ വേണ്ട ഭൂമി ആവശ്യത്തിലധികം ഉണ്ടായിട്ടും ആർത്തി കൊണ്ട് പിന്നെയും വാരിക്കൂട്ടാൻ നടന്ന അയാൾ ഒടുവിൽ മടങ്ങിയത് വെറും 6 അടി മണ്ണിന്റെ ജന്മിയായി. വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയിയുടെ ഹൗ മച്ച് ലാൻഡ് ഡസ് എ മാൻ നീഡ് എന്ന എഴുത്തുകാരനേക്കാൾ പ്രസിദ്ധമായ ഒരു കഥയാണിത്. ആർത്തി എങ്ങനെ മനുഷ്യന്റെ ജീവിതം പന്താടുന്നു എന്നതിന് ഇതിലും വലിയൊരു ഉദാഹരണം വേറെയുണ്ടാവില്ല. ഭൗതിക നേട്ടങ്ങൾക്കായുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് ആർത്തി അല്ലെങ്കിൽ അത്യാഗ്രഹം. അത് പണം, പദവി, പ്രശസ്തി, അധികാരം എന്നീ രംഗങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു. 1 കിട്ടിയാൽ 10, 10 കിട്ടിയാൽ 100 എന്നിങ്ങനെ അത് അനന്തമായി നീണ്ടുപോകുന്നു. അതായത് കിട്ടും തോറും ആർത്തി കുറയുകയല്ല, കൂടുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ അത്യാഗ്രഹിയാകുന്നത്? ഈ ചോദ്യത്തിന് ഈ ലോകത്തോളം തന്നെ പഴക്കമുണ്ട്. തന്നോട് തന്നെയുള്ള പൊസഷനാവാം ഒരു കാരണം. തന്റെ ഭൗതിക സുഖങ്ങൾക്കും ആത്മസംതൃപ്തിക്കും വേണ്ടിയുള്ള പരിശ്രമം. കുട്ടിക്കാലത്തെ ഇല്ലായ്മയിൽ നിന്നുണ്ടായ അരക്ഷിതത്വ ബോധമാവാം മറ്റൊരു കാരണം. കഷ്ടപ്പെട്ട് സമ്പാദിച്ചില്ലെങ്കിൽ കുട്ടിക്കാലത്തെ പോലെ ഇല്ലായ്മയിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമോ എന്ന ഭയം. തന്റെ പണവും പ്രശസ്തിയും തനിക്ക് സമൂഹത്തിൽ മാന്യമായ സ്ഥാനം നൽകും, അതുവഴി മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കും എന്നവർ പ്രത്യാശിക്കുന്നു. കൊന്നാൽ പാപം തിന്നാൽ തീരുമെന്നാണ് ഇവരുടെ മുദ്രാവാക്യം. അവർക്ക് ആരോടും സ്നേഹമോ സഹാനുഭൂതിയോ ഉണ്ടായിരിക്കുകയില്ല. മാനുഷിക വികാരങ്ങൾക്കപ്പുറത്താണ് അവരുടെ ലോകം. ആ ലോകത്തിൽ അവരും അവരുടെ സമ്പാദ്യങ്ങളും മാത്രം. സത്യത്തിൽ ഇതൊരു മാനസിക രോഗമാണ്. ഗ്രേറ്റ് കാസ്പൈ സിൻഡ്രോം അല്ലെങ്കിൽ അക്യുമുലേഷൻ ഡിസോർഡർ എന്നാണ് ഈ മാനസികാവസ്ഥയുടെ പേര്. ഹോർഡിംഗ് ഡിസോർഡർ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ഇമോഷണൽ ട്രോമയാണ് ഇതിന്റെ അനന്തരഫലം. ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീബുദ്ധൻ നമുക്ക് പറഞ്ഞു തന്നു. 2 യജമാനന്മാരെ ഒരേ സമയം ആർക്കും സേവിക്കാൻ കഴിയില്ലെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിച്ചു. പണവും ദൈവവുമാണവർ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവരല്ല എന്ന് നബി തിരുമേനി നമുക്ക് താക്കീതു തന്നു. ഭൂമിയിൽ ആവശ്യത്തിനുള്ളത് എല്ലാവർക്കുമുണ്ട്, എന്നാൽ അത്യാഗ്രഹത്തിനുള്ളത് ഒരാൾക്ക് പോലും ഇല്ലെന്ന് പുതിയ ലോകത്തെ പ്രവാചകൻ മഹാത്മാഗാന്ധി നമ്മെ ഉണർത്തി. എന്നാൽ ഇന്ന് പണമാണ് നമ്മെ നയിക്കുന്നതും ഭരിക്കുന്നതും. എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണം, പേരുണ്ടാക്കണം എന്ന ഒറ്റ ചിന്തയിലാണ് നമ്മുടെ ജീവിതം. കുട്ടികൾക്ക് നാം നൽകുന്ന സന്ദേശവും മറ്റൊന്നല്ല. പണമാണ് ഈശ്വരൻ എന്ന അവസ്ഥ പോലും എത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ കോടികളുള്ളവൻ കോടീശ്വരൻ എന്ന് നാം വിളിക്കുന്നത്. ഇനി ഉള്ളവർക്കാണ് കൂടുതൽ ആർത്തി. അതുകൊണ്ടാണ് കോടികളുടെ ആസ്തിയുള്ളവർ 5-10 ലക്ഷങ്ങൾക്ക് വേണ്ടി കൊച്ചു കുട്ടികളെ വരെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഉയർന്ന ജോലിയുണ്ടായിട്ടും നമ്മുടെ പെൺമക്കൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. നിയമങ്ങളോ നിയന്ത്രണങ്ങളോ അല്ല ആദ്യം മാറേണ്ടത്, നമ്മുടെ മനസ്സാണ്.